പ്രവാസ ലോകത്തെ വാർത്തകൾ. ടൂറിസം മേഖലയിൽ വൻ വളർച്ച രേഖപ്പെടുത്തി UAE. കഴിഞ്ഞ വർഷം രാജ്യത്തെ ഹോട്ടലുകളിൽ നിന്നുള്ള വരുമാനം 4,900 കോടി ദിർഹം. 2025 32 ദശലക്ഷത്തിലധികം വിനോദസഞ്ചാരികളാണ് UAE-യിലെത്തിയത്. ഹോട്ടലുകളിൽ നിന്നുള്ള വരുമാനം 49.2 കോടി ദിർഹത്തിലധികമാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 9.7% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഹോട്ടൽ റൂം ലഭ്യത നിലനിർത്തിയതും UAE-ക്ക് നേട്ടമായി. ടൂറിസം മേഖലയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള എമിറേറ്റ്സ് ടൂറിസം കൗൺസിലിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദാണ് കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്ത് 1,240-ലധികം ഹോട്ടലുകളിലായി 2,17,000-ൽ പരം മുറികളാണുള്ളത്. വർഷത്തിലുടനീളം ശരാശരി ഹോട്ടൽ റൂം ലഭ്യതാ നിരക്ക് 79.5%-ലെത്തി. രാജ്യത്തുടനീളം ഹോട്ടൽ മുറികൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലും വളർച്ചയുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇതും ലോകത്തെ മുൻനിര ടൂറിസം യാത്രാ കേന്ദ്രമെന്ന UAE-യുടെ സ്ഥാനം വീണ്ടും ഉറപ്പിക്കുകയാണ്. 2024 ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ UAE ആഗോളതലത്തിൽ 18ാം സ്ഥാനത്തും മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിൽ 1ാമതും എത്തിയിട്ടുണ്ട്. വ്യോമയാനം, ഹോസ്പിറ്റാലിറ്റി, വിനോദം, സാംസ്കാരിക പദ്ധതികൾ എന്നിവയിലെ വൻതോതിലുള്ള നിക്ഷേപങ്ങളുടെ പിന്തുണയാണ് UAE-ക്ക് തുണയായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപ ഹബ്ബായി ഹോങ്കോങ്. 2025-ലുണ്ടായ IPO മുന്നേറ്റമാണ് ഹോങ്കോങ്ങിനെ ഈ നേട്ടത്തിലേക്ക് നയിച്ചത്. ഹോങ്കോങ്ങിലേക്ക് നിക്ഷേപകരുടെ ഒഴുക്ക്. പാരമ്പര്യമായി ഈ രംഗത്ത് 1ാം സ്ഥാനമുണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യമായ സ്വിറ്റ്സർലൻഡിനെ ചരിത്രത്തിലാദ്യമായാണ് ഹോങ്കോങ് മറികടന്നത്. പ്രമുഖ ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് പുറത്തുവിട്ട 2026-ലെ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. വൻതോതിലുള്ള വിദേശ നിക്ഷേപങ്ങളും 2025-ലുണ്ടായ IPO മുന്നേറ്റവുമാണ് ഹോങ്കോങ്ങിനെ ഈ നേട്ടത്തിലേക്ക് നയിച്ചത്. റിപ്പോർട്ട് പ്രകാരം ഹോങ്കോങ്ങിലെ നിക്ഷേപം 2.95 ലക്ഷം കോടി ഡോളറായി ഉയർന്നപ്പോൾ സ്വിറ്റ്സർലാൻഡിലേത് 2.94 ലക്ഷം കോടി ഡോളറാണ്. ചൈനയിലെ സാമ്പത്തിക നിയമപരമായ മാറ്റങ്ങൾ ഹോങ്കോങ്ങിന്റെ വളർച്ചയെയും നേരിട്ട് ബാധിക്കുമെന്ന വെല്ലുവിളിയുമുണ്ട്. കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ വിദേശ നിക്ഷേപങ്ങൾ 8.4% വർദ്ധിച്ച് 15.7 ലക്ഷം കോടി ഡോളറിലെത്തിയിരുന്നു. വിപണിയിലെ കരുത്തും നിക്ഷേപങ്ങൾ പല രാജ്യങ്ങളിലായി വികേന്ദ്രീകരിക്കാനുള്ള സമ്പന്നരുടെ താൽപര്യവുമാണ് ഇതിന് കാരണം. വളർച്ചാ നിരക്കിൽ ഏഷ്യൻ ഹബ്ബുകളെക്കാൾ പിന്നിലാണെങ്കിലും ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ കഴിയുന്നു എന്നത് സ്വിറ്റ്സർലാൻഡിന്റെ വലിയൊരു നേട്ടമാണ്. ഏഷ്യൻ ഹബ്ബുകൾ പ്രധാനമായും ചൈനയെ ആശ്രയിക്കുമ്പോൾ സ്വിറ്റ്സർലാൻഡിന് കൂടുതൽ വൈവിധ്യമാർന്ന നിക്ഷേപകരാണുള്ളത്. നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും സംഘർഷങ്ങളും കാരണം പശ്ചിമേഷ്യ പോലുള്ള അസ്ഥിര പ്രദേശങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർ സുരക്ഷിത താവളമെന്ന നിലയിൽ ഇപ്പോഴും സ്വിറ്റ്സർലാൻഡിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. നിലവിൽ ലോകത്ത് 2 പ്രധാന സമ്പന്ന ഹബ്ബുകളാണ് രൂപപ്പെടുന്നത്. ഏഷ്യൻ മേഖലയ്ക്കായി സിംഗപ്പൂരും ഹോങ്കോങ്ങും, പാശ്ചാത്യ മേഖലയ്ക്കായി സ്വിറ്റ്സർലാൻഡ്, UK, US എന്നിവയും. നിക്ഷേപകരുമായുള്ള സമ്പർക്കം പ്രധാനമായതിനാൽ UBS പോലുള്ള പ്രമുഖ സ്വിസ് ബാങ്കുകൾ സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.